സ്വന്തം കമ്പനിയിൽ ഒരു ടെക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവുന്നതിന്റെ ഗുണഗണങ്ങൾ പറഞ്ഞുതരാം. വാ. മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെന്റ്സ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു കമ്പനിയാണ് നിങ്ങളുടേതെങ്കിൽ, അല്ല ഒരു കമ്പനി ആകുമ്പോൾ എന്തായാലും മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെന്റ്സ് കാണും. ലെറ്റ് ഇറ്റ് ബി ഹാൻഡിൽഡ് ബൈ വൺ ഓർ മെനി. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലും റിക്കറിംഗ് ആൻഡ് ബോറിംഗ് ആയിട്ടുള്ള ഒരുപാട് ഡോക്യുമെന്റേഷൻ ആൻഡ് മാനുവൽ ലേബർ ടാസ്കുകൾ കാണും. ഹാക്കയിലുണ്ടായിരുന്നു. ബട്ട് വി സോൾവ് ഇറ്റ്. നമ്പർ 1. ഒരു ദിവസം നമ്മുടെ പ്ലേസ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ടെക് സ്കൂളിലേക്ക് ഓടി വന്നൊരു കാര്യം പറഞ്ഞു. മാസാമാസം 100 കണക്കിന് പ്ലേസ്മെന്റ്സ് നടക്കുന്ന ഹാക്കയിൽ ഷീറ്റ്സ് വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. സോ വി നീഡഡ് എ സിസ്റ്റം. ആ സിസ്റ്റം ബിൽഡ് ചെയ്യാനായിട്ട് പുറത്ത് ചോദിച്ചപ്പോൾ അതിന് വന്ന ബഡ്ജറ്റ് 1 ലക്ഷം. സോ ഹി വാണ്ടഡ് ടു നോ ഇഫ് വി കുഡ് ബിൽഡ് ഇറ്റ്. ഇസ് ദർ ഈവൻ എ ക്വസ്റ്റ്യൻ? വെറും 2 മണിക്കൂർ കൊണ്ട് വി ബിൽഡ് ഹിം എ സിസ്റ്റം ലോഡഡ് വിത്ത് ദ ഡാറ്റ ഓഫ് പ്ലേ സ്റ്റുഡൻസ്. ഓൾസോ അതിൽ അവരുടെ ജേർണി ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഫീച്ചേഴ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കൊടുത്തു. ആൻഡ് ഹിസ് പ്രോബ്ലം ഗോട്ട് സോൾവ്ഡ്. നമ്പർ 2. ഇത്തവണത്തെ നീഡ് സെയിൽസ് ടീമിൻ്റെതായിരുന്നു. ഒരു ലീഡ് വരുന്നത് മുതൽ അക്കാഡമിക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആ കുട്ടിയെ ഹാൻഡ് ഓവർ ചെയ്യുന്നത് വരെ നമ്മുടെ സെയിൽസ് ടീം ഓടി നടന്ന് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു ലീഡ്സ് വന്നാൽ അവർ ജോയിൻ ചെയ്ത് ഫീ പേ ചെയ്ത് ഡോക്യുമെന്റേഷൻ കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ എല്ലാം കഴിഞ്ഞ് അക്കാഡമിക്സിലേക്ക് എത്തിക്കുന്നത് വരെ സെയിൽസ് ടീമിനൊരു സ്വസ്ഥതയില്ല. സോ ഈ ഒരു കാര്യം അവർക്ക് എഫക്റ്റീവായി കുറച്ചുകൂടി ഫാസ്റ്ററായി കുറച്ചുകൂടി പ്രൊഡക്റ്റീവായി ചെയ്യാൻ പറ്റണം. ദാറ്റ് വാസ് ദ ഡിമാൻഡ്. സോ നമ്മളൊരു ഓട്ടോമേഷൻ അങ്ങോട്ട് സെറ്റാക്കി കൊടുത്തു. ഇപ്പോൾ ഒരൊറ്റ ഫോം ഫില്ല് ചെയ്താൽ ഫസ്റ്റ് കോൾ വരുന്ന അക്കാഡമിക് കൗൺസിലർ മുതൽ സെയിൽസ് ആൻഡ് അക്കാഡമിക് ഡിപ്പാർട്ട്മെന്റിലെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള എല്ലാവർക്കും അപ്ഡേറ്റ് പോകും. വെറും ലീഡ് വന്നതും ജോയിൻ ചെയ്തതും മാത്രമല്ല, അവരുടെ പ്രോസസ്സിലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്ഡേറ്റ്സ് ഈച്ച് ആൻഡ് എവറി റെസ്പോൺസിബിൾ ഹ്യൂമൻസ് ഇൻ ദാറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയാൻ പറ്റും. നമ്പർ 3. സെയിൽസും പ്ലേസ്മെന്റും ഹാപ്പി ആയപ്പോഴാണ് സോഷ്യൽ മീഡിയക്കാരുടെ വരവ്. എന്തെല്ലാം റിസർച്ചും സ്റ്റഡീസും ചെയ്തിട്ടാണ് ഓരോ ഇൻസൈറ്റ്സും കിട്ടുന്നത്. ചാറ്റ് ജിപിടിയും പെർപ്ലക്സിറ്റിയും ഒക്കെ ഉണ്ടെങ്കിലും കുറച്ചുകൂടി ഫാസ്റ്റായി കാര്യങ്ങൾ നീക്കണം. യെസ്, നിങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ വി മെയ്ഡ് ഇറ്റ്. 2 വെബ് ആപ്പ് അങ്ങോട്ട് ബിൽഡ് ചെയ്ത് കൊടുത്തു. ഒരെണ്ണം ടു ഡു ദ റിസർച്ച്, കോമ്പറ്റീറ്റർ അനാലിസിസ് ആൻഡ് ടാർഗറ്റ് ഓഡിയൻസ് അനാലിസിസ്. ഇനി രണ്ടാമത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീൽഡിൽ എന്ത് ട്രെൻഡ്സ് വന്നാലും അത് അനലൈസ് ചെയ്ത് നിങ്ങളുടെ കണ്ണിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് തരുന്ന ഇൻട്രെൻസ്. ഇൻട്രെൻസ് അല്ല, ഇൻട്രെൻസ്. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം നിങ്ങളുടെ നീഷ് ഏതാണെന്ന് അതിന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അവരും ഹാപ്പി. അപ്പോൾ ദാ വരുന്നു അക്കാഡമിക്സ് ഡിപ്പാർട്ട്മെന്റ്. നമ്പർ 4. വർക്ക്ഷോപ്സും വെബിനാർസും ഹാക്കയിൽ അത്യാവശ്യം നല്ല തോതിൽ നടക്കുന്നുണ്ട്. ഈ വർക്ക്ഷോപ്സ് എല്ലാം സർട്ടിഫൈഡും ആണ്. പക്ഷെ പണ്ട് കലോത്സവം കഴിഞ്ഞ് നമ്മൾ ഇരുന്ന് സർട്ടിഫിക്കറ്റ് എഴുതിയതുപോലെ ഇപ്പം എഴുതുന്നത് പോസിബിൾ ആണോ? നമുക്ക് ഫാസ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ നടക്കണ്ടേ? സോ ദേ നീഡഡ് എ പോംവഴി. ബട്ട് ഡോണ്ട് ഫിയർ, ടെക് സ്കൂൾ ഈസ് ഹിയർ. നമ്മൾ പിന്നെ അങ്ങോട്ടേക്ക് ഓട്ടോമേറ്റ് ചെയ്തു. ഇപ്പോൾ ഓരോ വർക്ക്ഷോപ്പ് കഴിയുമ്പോഴും രജിസ്റ്റർ ചെയ്ത ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും സർട്ടിഫിക്കറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റ് ആവുന്നു മാത്രമല്ല, ഓരോ സ്റ്റുഡൻസിനും അത് മെയിൽ ത്രൂ കിട്ടും. ഫാസ്റ്റ് ആൻഡ് സ്മൂത്ത് ആയില്ലേ? ഇനിയുണ്ട് അക്കൗണ്ട്സ് ഓട്ടോമേഷൻസ്, പോസ്റ്റ് സെയിൽ ഓട്ടോമേഷൻസ്, വെബ് ആപ്സ് ഫോർ മാർക്കറ്റിംഗ്, റിസർച്ച്, സെയിൽസ്, അങ്ങനെ. അപ്പൊ പറഞ്ഞു തന്നത് എന്താന്ന് വെച്ചാൽ സ്വന്തം കമ്പനിയിൽ ഒരു ടെക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവുന്നതിന്റെ ഗുണഗണങ്ങളാണ്. അതുപോലെ തന്നെ ഈ ഒരു ടെക് എത്രത്തോളം ഗ്രോ ചെയ്യുന്നു എന്നുള്ളതും AI ആൻഡ് ഓട്ടോമേഷൻ ഫീൽഡിൽ എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു കാരണം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളതും കൂടിയാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ബിൽഡ് ചെയ്തിരിക്കുന്നത് ഒരു മൾട്ടി ബ്രാൻഡ് വിസിബിലിറ്റി ഒക്കെയുള്ള ഒരു ഏതോ കേമനാണെന്ന്. വലിയൊരു കോടീശ്വരനാണ്. പക്ഷെ അല്ല, ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ 19 വയസ്സുള്ള മെന്ററായ നാസിലും അവന്റെ സ്റ്റുഡൻസും ആണ്. ആൻഡ് ഹി ടീച്ചേഴ്സ് യു അപ്ലൈഡ് AI. ഇനി ഓട്ടോമേഷൻസിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹിറ്റ് ആവുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലും അറിയുന്നതിന് മുന്നേ മാസ്റ്റർ ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എടുത്ത മുഷ്താഖാണ് നിങ്ങളിവിടെ N8N ആൻഡ് ഓട്ടോമേഷൻസ് പഠിപ്പിക്കുന്നത്. പിന്നെ ഈ ചെറിയ പയ്യന്മാരെ കൊണ്ട് ഇതൊക്കെ പറ്റുമെന്ന് ചോദിക്കുന്നവരോടാണ്. AI മുട്ടിട്ട് എഴുതുന്നതേ ഉള്ളൂ. അപ്പോൾ കൂടെ കൈപിടിച്ച് നടക്കാൻ പറ്റുന്ന ചെറിയ പയ്യന്മാർ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. The youngest generation adapts to the newest technologies in the fastest way possible എന്നാണല്ലോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ബാക്കി പിന്നെ